നമുക്ക് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് ഈ വെഞ്ഞാറമൂളിൽ നടന്ന കൂട്ടക്കൊല. അപ്പം ഈ ശരിക്കും വെഞ്ഞാറമൂളിലെ അപ്പാന്റെ പിതാവ് കൊണ്ടോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ആദ്യം ഞാൻ അങ്ങേ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങാണല്ലോ അതെന്ന്. അങ്ങയുടെ കാര്യങ്ങളെല്ലാം ക്ലോസ് ആയിട്ട് മനസ്സിലാക്കിയ 3 വാർത്താ ലേഖകരാണ് ഞങ്ങൾ. അപ്പം ഈ അപ്പാനെ അങ്ങ് കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അപ്പം അങ്ങയുടെ ഒരു ഐഡിയ ഇങ്ങനെ കാണാൻ പോകുന്നുണ്ടോ? ഇല്ലില്ല, കാണാൻ ആഗ്രഹമില്ല. കാണണമെന്ന് ആഗ്രഹം. ഒരു പാവ മനുഷ്യൻ. എനിക്കറിയാം, നിങ്ങളൊരു എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഗൾഫിൽ പോയതാണ് അല്ലേ? സൗദി അറേബ്യയിലായിരുന്നു അല്ലേ? ഇവിടുത്തെ മലയാളികളെല്ലാം കൂടെ സഹകരിച്ചാണ് താങ്കളെ ഇങ്ങനെയൊക്കെ? അതെ അതെ, അവരെല്ലാം സഹകരിച്ച് കയറ്റി വിട്ടു. അങ്ങയുടെ വിവരം വിളിച്ചു പറഞ്ഞു? ഇവിടുന്ന് വിളിച്ച് അവിടെ വെച്ച് തന്നെ എൻ്റെ പെങ്ങളുടെ മോനെ പറഞ്ഞത്. അമ്മയുടെ മരണമാണ് ആദ്യമായിട്ട് പറഞ്ഞത്. എന്തോ പറഞ്ഞു ഇവിടുന്ന്? എല്ലാ സംഭവം വിവരിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ആദ്യം ഉമ്മയുടെ മരണമാണ് പറഞ്ഞത്. ഉമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയത്. അങ്ങ് ടി വിയിലെങ്ങും ശ്രദ്ധിച്ചില്ലായിരുന്നു അല്ലേ? ടി വി ചാനലിലൂടെ പിന്നെ നോക്കിയപ്പോൾ കണ്ടായിരുന്നില്ല, ഓരോന്നോരോന്നായിട്ട് കണ്ടായിരുന്നു. അങ്ങ് അവിടെ സൗദിയിലെത്തിയിട്ട് എത്ര കാലമായിരുന്നു? 24 വർഷമായി. ഈ വീട്ടിലെത്തിയിട്ട് എത്ര കാലമായിരുന്നു? 6-7 വർഷത്തോളമാവും. ഈ അപാനോടൊക്കെ എപ്പോഴും അങ്ങ് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നോ? സ്ഥിരമായിട്ട് നേരത്തെ വിളിക്കുമായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം വിളിക്കണം. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെ വ്യത്യാസത്വമൊന്നും ഇല്ലായിരുന്നു. ഉമ്മ ആശുപത്രിയിൽ വന്നു? ഇല്ല, ഹോസ്പിറ്റൽ ആശുപത്രി ഡിസ്ചാർജ് ആക്കി. അങ്ങനെയുണ്ട്. ആശ്വാസകരമാണ് ഇപ്പം. ഉമ്മ ഇപ്പോഴും പറയുന്നത് കട്ടിലിൽ നിന്ന് വീണാന്ന്. അതെന്തുകൊണ്ടായിരിക്കും സാർ? അല്ല, ഉമ്മ ഇപ്പോഴും പറയുന്നത് കട്ടിലിൽ നിന്ന് വീണാന്നാ പറയുന്നത്. അത് ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ് പറയണത്. ഓർമ്മ ചെറിയ പ്രശ്നമുണ്ട്, നല്ല ഓർമ്മയായിട്ടില്ല. എന്നാൽ ഇത്രയും സാമ്പത്തിക ബാധ്യത വന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല, എനിക്കൊരു ഐഡിയ ഇല്ല. ഇതാണ് വന്ന് സംഭവിച്ചറിഞ്ഞു. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇത്രയും ബാധ്യത വന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. പലിശ കടന്നു കൂടി അങ്ങനെ വല്ല ആയിരിക്കും എന്നാണ് പറയുന്നത്. പലിശക്ക് കൊടുത്തതാണെന്നാണ് പറയണത്. പലിശ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് പലിശക്കാർക്ക് കൊടുത്തതാണ് പറയണത്. എന്നാലും 23 വയസ്സുള്ള അപ്പാൻ എന്തിനാണ് അത്ര ചെലവെന്ന് മനസ്സിലാവുന്നത്? അപ്പം അങ്ങനെ വലിയ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അങ്ങനെ വലിയ ആഡംബരമൊന്നും നേരത്തെ ഒന്നും ഇല്ല. ഇപ്പം ഈ അടുത്ത സമയത്ത് അങ്ങനെ ഉണ്ടായതാണെന്ന് തോന്നുന്നു. നേരത്തെ അങ്ങനെയൊന്നും ഇല്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ഒരാളായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വീട്ടിലോട്ട് പിന്നെ പോയോ? വീട്ടിൽ പോയിട്ടില്ല. ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല? ബുദ്ധിമുട്ടാണ്. കാര്യം മക്കളുടെ ഓർമ്മകളൊക്കെ കാണുമ്പോൾ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാണ് അവിടെ താമസിക്കാൻ. അവിടെ പോയി കാണുന്നവർക്ക് അറിയാം വലിയ ബുദ്ധിമുട്ടാണ്. പുള്ളി പിടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു നമ്മളൊക്കെ കൂടെ ഉണ്ട്. എല്ലാം എന്തോ പറയാനോ, എല്ലാം ശരിയാവുന്നല്ലാതെ കൂടെ ഉണ്ടാവണം. ഞങ്ങളിപ്പോൾ ഈ ലഹരിയും ഈ അക്രമവും ഒക്കെ നാട്ടിലിങ്ങനെ വല്ലാതെ കൂടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് SKN സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ കേരളം മുഴുവൻ പോവുകയാണ്. അപ്പോൾ ഈ വെഞ്ഞാറമൂട്ടിലെ സംഭവം ഒക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ ഇതൊക്കെ ഓർത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളോട് ഈ അക്രമത്തിനൊക്കെ എതിരെ എല്ലാവരെയും അണിനിരത്തിയ ഒരു മുന്നേറ്റത്തിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. താങ്കൾക്ക് എന്താണ് അതിനോട് പറയാനുള്ളത്? നമ്മൾക്ക് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ താങ്കൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുണ്ട് ഈ സംഭവം. താങ്കളെ എല്ലാവരും അറിയുകയും താങ്കളുടെ പ്രശ്നങ്ങൾ അവരുടെ ഇപ്പം ഞങ്ങളൊക്കെ താങ്കളെ കേൾക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന മട്ടിലാണ്. അത്രത്തോളം അടുപ്പം ഇപ്പോൾ താങ്കളോടുണ്ട് ഞങ്ങൾക്ക് എല്ലാവരും. എന്താണ് നാട്ടുകാരോട് ജനങ്ങളോടൊക്കെ താങ്കൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ യാത്ര നടത്തുന്ന ഒരു പശ്ചാത്തലം? നമ്മുടെ ആൺമക്കളായാലും പെൺമക്കളായാലും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി വളർത്തിയെടുക്കണം. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ ആവണം. നമ്മളെ കൈവിട്ട് പോകാതെ നമ്മളെ മക്കളെ സൂക്ഷിക്കണം വളർത്തി. എനിക്ക് പറ്റിയത് അതാണ്. ഞാൻ 7 വർഷത്തോളം വരാൻ പറ്റാതെ അവിടെ നിന്ന് പോയതാണ്. എൻ്റെ മകൻ ഇങ്ങനെ ആയി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ജീവിതമാർഗം തേടി പോയതാണ് ഗൾഫിലോട്ട്. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി പോയതാണ്. ഇങ്ങനെ ആയി പോകുന്നുള്ള പ്രതീക്ഷ നമുക്ക് ആർക്കും ഇല്ല. എന്നാൽ നമ്മളെ മക്കളെ എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും അങ്ങക്ക് ഈ അപാൻ ഇങ്ങനെ ഒരു അക്രമവാസനയുള്ള ഒരാളാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള ജീവിതത്തിൽ? അങ്ങനെയൊന്നുമില്ല. അവനെ കുറിച്ച് ആർക്കും ഒരു മോശം അഭിപ്രായം ആരും പറഞ്ഞതുപോലെ കേട്ടിട്ടില്ല. ഒരു പെറ്റി കേസ് പോലും എന്റെ പേർക്കില്ല. എന്താണ് ഒരു പെറ്റി കേസ്? അപാന്റെ ഉമ്മ അപാനുമായിട്ട് നിരന്തരം സംസാരിക്കുമായിരുന്നു. അല്ല, അവൻ നല്ല സുഹൃത്തുക്കളും സൗഹൃദങ്ങളും പോലെ അനിയനോടൊക്കെ വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു അവനോട്. കൊച്ചുമോനോട് വലിയ ഇഷ്ടമായിരുന്നു. നമുക്കൊക്കെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്ത കാര്യം എന്താ അറിയാം? അനിയനോടും അയാൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടും സ്വന്തം ഉമ്മയോടും ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പെരുമാറാൻ പറ്റുക? നമുക്കതിന്റെ ലോജിക്ക് പിടികിട്ടുന്നില്ല. ആർക്കും പിടിയിട്ടാത്തൊരു കാര്യമാണ്. ഇത്രയും സ്നേഹമായിട്ട് എല്ലാവരെയും കൊണ്ട് നമുക്ക് എന്തിനാ ചെയ്തു എന്നുള്ളത് ആർക്കും പിടിയില്ല. നമുക്ക് എന്തായാലും അത് കണ്ടെത്തിയേ പറ്റുള്ളൂ. എന്തുകൊണ്ടും അങ്ങനെ ചെയ്തു എന്നുള്ളത്, എന്തിനാണ് ചെയ്തതെന്നുള്ളത്.
പോലീസിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് യഥാർത്ഥ കാരണം എന്ന്. എനിക്കറിയത്തില്ല എന്താണെന്നുള്ള. പോലീസ് എന്നോട് സംസാരിച്ചു ആ കാര്യം? ഇല്ല, എന്താണ് സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. അവരന്വേഷിക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് നമുക്ക് ഇവൻ ചെയ്ത പാതകവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. പോലീസ് പറയുന്ന ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ നമുക്കങ്ങോട്ട് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളതിലേക്ക് കേൾക്കുമ്പോഴേ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്. അവനെ കുറിച്ച് ആർക്കും ഒരു മോശം അഭിപ്രായമില്ല. ജനങ്ങൾക്കിടയിൽ ഒരു മോശം, കുടുംബക്കാർക്ക് ആർക്കും മോശം അഭിപ്രായം അവനെ കുറിച്ചില്ല. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല. എന്നാൽ അവൻ ലഹരിക്ക് അടിമയെന്ന് അല്ലെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. മനസ്സിനൊന്നും വിഷമവും അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ വിളിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ബന്ധുക്കളൊക്കെ വലിയ ഷോക്ക് മാറിയിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, ഇതുവരെ മാറത്തില്ല ഒരിക്കലും. എനിക്ക് എന്റെ കുടുംബക്കാരെല്ലാവർക്കും വിട്ടു മാറിയിട്ടില്ല. അവർക്ക് നഷ്ടപ്പെട്ട ഒരുപാട് പേര്, 4 പേരോളം ഉണ്ട്. എന്റെ മോനുമ്മ, ജ്യേഷ്ഠത്തി ഒക്കെ നഷ്ടപ്പെട്ടത്. ഇത് മാറിയിട്ടില്ല ഇതുവരെ. ഏതോ ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ടോ? ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വെഞ്ഞാറ് ബ്രാഞ്ചിൽ അവർ ദുരിതമായി ശല്യം ചെയ്യുമായിരുന്നു. എത്ര രൂപ അവിടെ എടുത്തിട്ടുണ്ടാവോ? അവിടെ നിന്ന് ഞാൻ ഹൗസിംഗ് ലോണാണ് എടുത്തത്. ആദ്യം 15 ലക്ഷം രൂപ. ആ പൈസ ഞാൻ അയച്ചു അടച്ചു തീർത്തിട്ടില്ലായിരുന്നു അവര്. അത് ഇക്കല്ലേ എടുത്ത് അഫാനെന്തിനാ വിളിക്കുന്നത്? അഫാനല്ലേ വിളിച്ചത്, ഭാര്യയെ വിളിച്ച് സംസാരിച്ചാണ്. അവളെ അയച്ചു കൊടുത്തിട്ട് ബാങ്കിൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അത് ആ പൈസ അടച്ചിട്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിപ്പോൾ. പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അക്കൗണ്ട് ലോൺ ക്ലോസ് ചെയ്യാൻ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അത് ചെയ്തിട്ടില്ല. അത് 6-7 വർഷം മുന്നേ കൊറോണയ്ക്ക് മുന്നേ ഉള്ളതാണ്. നമ്മളെല്ലാം കൂടെ ഉണ്ട് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ട്, അല്ലാതെ എങ്ങനെ സമാധാനിക്കണമെന്ന് അറിയില്ല. അദ്ദേഹത്തോട് നമ്മൾ കൂടുതൽ എന്താ ചോദിക്കുക എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. ഇവിടെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല, സമാധാനിക്കുക. കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു ആപത്ത് വരുമ്പോൾ അങ്ങോട്ട് വേറെ എന്താ പറയാ എന്നുള്ളത്. നമ്മളുടെ യാത്ര തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. പലിശ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്ന മുന്നിൽ. അവിടുന്ന് ഒരാൾക്ക് കൊടുക്കാൻ വേറെ ആളെന്ന് വാങ്ങിക്കും, 2 പേർക്ക് കൊടുക്കാൻ 3 ഒരാളെന്ന് വാങ്ങിക്കും. അങ്ങനെയൊക്കെ കൊടുത്തെന്നാണ് എന്നോട് പറഞ്ഞത്. പലിശ വലിയ പ്രശ്നമായി നിൽക്കുന്ന മുന്നിൽ. അങ്ങനത്തെ സാമ്പത്തിക ബാധ്യത ഉണ്ടാവാൻ കാരണം എന്നാണ് എന്നോട് പറഞ്ഞത്. പലിശയാണ് ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അത് ബാങ്കിലെ പലിശ ആയാലും മറ്റ് വ്യക്തികളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതെല്ലാം പലിശയാണ്. എവിടുന്നൊക്കെ എത്ര വാങ്ങിച്ചത് കൃത്യമായിട്ട് അറിവുണ്ടോ? ഇപ്പൊ നമുക്കൊരു അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടോ? എന്റെ ഒരു കണക്കുള്ള ഇപ്പം അനുസരിച്ചാണെങ്കിൽ ഒരു 30 ലക്ഷം രൂപയ്ക്ക് പുറത്തോളം ഉണ്ടാവണം. അഫാൻ തന്നെ മേടിച്ചാണോ? അഫാൻ വാങ്ങിച്ചതല്ല. അഫാൻ കൂടെ ഉമ്മയുടെ കൂടെ പോയി എന്നുള്ളതേ ഉള്ളൂ. അഫാനല്ല വാങ്ങിച്ചത്, ഉമ്മയുടെ കൂടെ പോയി. അവൻ 2 പേരും കൂടെ ചേർന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. നമുക്ക് ഞങ്ങളൊക്കെ നീങ്ങാണ്. ഞങ്ങളുണ്ട് അങ്ങയുടെ കൂടെ. കേരളം മൊത്തം അങ്ങയുടെ കൂടെ ഉണ്ട്. മലയാളികൾക്ക് ഏറ്റവും ഷോക്കേറ്റ സംഭവമാണത്. അങ്ങ് ഗൾഫിൽ അനുഭവിക്കുന്ന വേദന അതേപോലെ ആൾ അനുഭവിച്ചു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഓക്കെ കാണും. ഓക്കെ.